ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ചക്കക്കുരുവായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. ചക്കക്കുരു കറി ഉണ്ടാക്കാനല്ല, ചക്കക്കുരുവിൻ്റെ തൊലി ഉപയോഗിച്ച് ഫ്ലവർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയാണ്. ചക്കക്കുരു നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഫ്ലവർ ഉണ്ടാക്കാം. ചക്കക്കുരുവിൻ്റെ നടുഭാഗം ഇതുപോലെ കട്ട് ചെയ്യുക. ഉണങ്ങിയ ചക്കക്കുരുവിൻ്റെ തൊലി എടുക്കാൻ എളുപ്പത്തിൽ സാധിക്കും. നനവുള്ള ചക്കക്കുരുവിൻ്റെ തൊലിയെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ചക്കക്കുരു നല്ലതുപോലെ ഉണക്കിയെടുക്കണം. കട്ട് ചെയ്ത തൊലികളെല്ലാം ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതും വലുതുമായ പെറ്റൽസ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ചില തൊലികളുടെ പുറത്ത് കറുത്ത ഡോട്ടുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള തൊലിയുടെ പുറത്ത് ഡാർക്ക് കളർ പെയിൻറ് യൂസ് ചെയ്യുക. പെയിൻറ് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ഒന്നുകൂടി അപ്ലൈ ചെയ്താൽ നല്ല ഫിനിഷിംഗ് ഉണ്ടാകും. പെയിൻറ്റിന് പകരം നെയിൽ പോളിഷും യൂസ് ചെയ്യാം. എല്ലാ പെറ്റൽസും പെയിൻറ് അപ്ലൈ ചെയ്ത ശേഷം ഒരു കമ്പി എടുത്ത് ഇതുപോലെ മടക്കിയതിന് ശേഷം കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഓരോ പെറ്റൽസും ത്രെഡ് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കാം. കമ്പി കാണാത്ത വിധത്തിൽ കെട്ടിക്കൊടുക്കണം. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് എളുപ്പത്തിൽ പൂക്കൾ ഉണ്ടാക്കാം. പക്ഷേ എല്ലാവരുടെ കയ്യിലും ഗ്ലൂ ഗൺ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഈ മെത്തേഡ് പറഞ്ഞു തരുന്നത്. വാഴയില ഉപയോഗിച്ച് ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതുപോലെയാണ് ഈ ഫ്ലവറും ഉണ്ടാക്കുന്നത്. പല വിധത്തിലും ഫ്ലവറുകൾ ഉണ്ടാക്കാം. വണ്ണമുള്ള ചക്കക്കുരു കൊണ്ട് വലിയ പൂക്കൾ ഉണ്ടാക്കാം. പെറ്റൽസ് എല്ലാം കെട്ടിയതിന് ശേഷം ഗ്രീൻ ടാപ്പ് ചുറ്റിക്കൊടുക്കാം. ഗ്രീൻ ടാപ്പ് ചുറ്റിയതിന് ശേഷം ഒന്നുകൂടി പെയിൻറ് അപ്ലൈ ചെയ്യാം. ഗ്രീൻ ടാപ്പ് ചുറ്റുന്നതിന് മുന്നേയും ചെയ്യാം. ഇപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടില്ലേ? ഈ ഫ്ലവർ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ചെയ്തതാണ്. ഫ്ലവറിന് മുകളിൽ ഗ്ലിറ്റർ ഉപയോഗിക്കാം. നെയിൽ പോളിഷ് യൂസ് ചെയ്ത ഫ്ലവറാണിത്. ഫ്ലവറിന് മുകളിൽ കാണുന്നത് റെഡ് കളർ ഗ്ലിറ്റർ ആണ്. ഇതുപോലെ ഫ്ലവറിൻ്റെ നടുക്ക് മുത്തുകൾ ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ഭംഗി കൂട്ടാം. ഉണങ്ങിയ ഒരു ചെടിയുടെ കമ്പാണിത്. ചെടിക്കമ്പിന് ഗ്രീൻ കളർ അപ്ലൈ ചെയ്തു. ഇലകൾ ഒട്ടിച്ചു കൊടുത്തു. ചകിരി കൊണ്ടൊരു കിളിക്കൂട് ഉണ്ടാക്കി കിളികളെയും വച്ചു കൊടുത്തപ്പോൾ ചക്കക്കുരുവിൻ്റെ പൂക്കൾ സൂപ്പറായിട്ടില്ലേ? ഈ വീഡിയോ കണ്ടതിന് ശേഷം ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചക്കക്കുരു കിട്ടുന്ന സമയമല്ലേ, ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ.
ചക്കക്കുരുവിൻ്റെ പൂക്കൾക്ക് ഒരു ലൈക്ക് തരണേ. മറ്റൊരു പാഴ്വസ്തുവുമായി വീണ്ടും കാണാം.